മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ഈ തെരുവ് പോരിൽ കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട്. നിർദ്ദേശം മറികടന്നുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചവർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും അറിയുന്നു. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ വി.ഡി. സതീശന്റെ ഫ്ലക്സിന് മുകളിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെടും. കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്നാണ് വാചകം. നാച്ചുറൽ ചോയ്സ് വി.ഡി. എന്നെഴുതിയ കൂറ്റൻ ഫ്ലക്സിന് മുകളിലും പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഹീസ്, വീണ്ടും ഹൈക്കമാൻഡ് നിർദ്ദേശം മറികടന്ന ഇതാ പോസ്റ്റർ യുദ്ധം തെരുവിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കി DCCയിൽ വി.ഡി. സതീശനായി അനുകൂല പ്രകടനം നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ആദ്യഘട്ടം എന്നോണം ഇടുക്കിയിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇത്തരം പ്രതിഷേധങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ റഹീസ? ഗുഡ് മോർണിംഗ് ഷിഹാസ്, കീർത്തന. ഹൈക്കമാൻഡ് നിർദ്ദേശമനുസരിച്ച് KPCCയും തെരുവ് പ്രചരണം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടും വി.ഡി. സതീശൻ അനുകൂലികളും KC വേണുഗോപാൽ അനുകൂലികളുമൊക്കെ തെരുവിലാണ്. നമ്മൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നോർത്ത് ഗേറ്റിന് മുന്നിൽ വി.ഡി. സതീശന് അനുകൂലികൾ വെച്ച ജനതയും ജനിതകയും അങ്ങേക്കൊപ്പം എന്നെഴുതിയ പോസ്റ്റർ വലിയ ഫ്ലക്സാണ്. ആ ഫ്ലക്സിന് മുകളിൽ ഇന്നലെ വൈകിട്ട് ഒരു പോസ്റ്റർ വന്നിരിക്കുന്നു. കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ആ ഫ്ലക്സിന് മുകളിൽ സതീശന്റെ ചിത്രമുള്ള സ്ഥലത്തും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഇങ്ങനെ ഒരു വാചകം എഴുതി വച്ചിരിക്കുന്നു. അതായത് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നലെ വി.ഡി. സതീശൻ അനുകൂലികൾ പ്രകടനം നടത്തുന്ന സമയത്ത് KC വേണുഗോപാലിന്റെ ചിത്രം വലിച്ചു കീറിയിരുന്നു. അതായത് ഈ ഫ്രെയിമിൽ ഉണ്ടായിരുന്നത് KC വേണുഗോപാലായിരുന്നു. KC വേണുഗോപാലിന്റെ ഒരു പടുകൂട്ടൻ ചിത്രമായിരുന്നു. KC കേരളം ഭരിക്കട്ടെ എന്ന തരത്തിലുള്ളൊരു ചിത്രമായിരുന്നു. അത് മുഴുവൻ വലിച്ചു കീറി. ആ വലിച്ചു കീറിയത് കൂലിക്ക് കൊണ്ടുവന്ന വി.ഡി. സതീശൻ അനുകൂലികളായ ആളുകളാണ് എന്നതാണ് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് വി.ഡി. സതീശന്റെ മറ്റൊരു വലിയ ചിത്രം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നാച്ചുറൽ ചോയ്സ് വി.ഡി. ആണ്. വി.ഡി. തന്നെ വരട്ടെ, പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന അർത്ഥം വരുന്ന നാച്ചുറൽ ചോയ്സ് എന്ന് പറഞ്ഞ ആ പോസ്റ്ററിന്, ആ വലിയ കൂറ്റൻ ഫ്ലക്സിന് മുമ്പിലും കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് എന്ന വാചകം എഴുതി വെച്ചിട്ടുണ്ട്. ഈ രണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വി.ഡി. സതീശൻ അനുകൂലികൾ വെച്ചതാണ്. ഇന്നലെ KC വേണുഗോപാലിന്റെ ചിത്രം വലിച്ചു കീറുന്ന സമയത്ത് കേരളത്തിലെ കോൺഗ്രസുകളുടെ ഹൃദയത്തുടിപ്പുകളിൽ ഒരു നേതാവായ ഈ കാണുന്ന കുഞ്ഞൂഞ്ഞെന്ന് അവർ വിളിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ചിത്രം കൂടി വലിച്ചു കീറിയിരുന്നു. കുഞ്ഞൂഞ്ഞിന് ശേഷം KC, ഏറ്റവും അവസാനം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി വന്നത് ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിക്ക് ശേഷം KC എന്നെഴുതിയ ഈ ഫ്ലക്സ് വലിച്ചു കീറി. ഇതൊക്കെ വലിച്ചു കീറിയത് കൂലിക്കിറക്കിയ ആളാണെന്നാണ് വി.ഡി. സതീശന്റെ എതിർവിഭാഗം ആരോപിക്കുന്നത്. ഇത് വലിച്ചു കീറിയെന്ന് മാത്രമല്ല, ആ സ്ഥലത്ത് പട നയിച്ചവൻ നാട് നയിക്കട്ടെ, ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം വി.ഡി. എന്നെഴുതിയ വി.ഡി. സതീശന്റെ ചിത്രം പതിച്ച ഇന്നലെ പ്രകടനത്തിന് ഉപയോഗിച്ച പ്ലക്കാർഡുകൾ കൂടി വെക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്തത് വി.ഡി. സതീശൻ കൂലിക്കാളെ ഇറക്കി ചെയ്യിപ്പിച്ചു എന്ന ധ്വനിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കുകയാണ് ഇന്ന് പോസ്റ്റർ ഒട്ടിച്ച ആളുകൾ. അതാരാണ് എന്ന് വ്യക്തവുമല്ല. ശരി, റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ, നാച്ചുറൽ ചോയ്സ് എന്ന അടക്കം വലിയ രീതിയിൽ ഒരു ഫ്ലെക്സിന് പുറമെ മറ്റൊരാളുടെ ഫ്ലെക്സ് കൊടുന്ന് വെക്കുന്നു. അങ്ങനെ തെരുവിൽ ഫ്ലെക്സ് യുദ്ധം മുറുകുകയാണ്. വലിയൊരു തലവേദനയല്ലേ, നാണക്കേടാണ് കോൺഗ്രസ് നേതൃത്വം.